മഴയുടെ ആഘാതം കുറഞ്ഞു വന്നു. കാർമേഘങ്ങൾ അകന്നു തുടങ്ങി. മെല്ലെ കണ്ണുകൾ തുറന്നു നോക്കി അവൻ കണ്ടത് അതേ നക്ഷത്രങ്ങളെ തന്നെയായിരുന്നു. നക്ഷത്രവാതിലിൽ നിന്ന് ചുവന്ന രശ്മികൾ വീണ്ടും എത്തി. അവൻ മെല്ലെ തൻ്റെ കൈകൾ ഉയർത്തി. തിളങ്ങുന്ന ചുവന്ന രശ്മികൾ കൈകളെ മുഴുവനായി ആവരണം ചെയ്തു. അവ അവൻ്റെ തണുത്ത ദേഹത്ത് നേർത്ത് ചൂട് പകർന്നു. രശ്മികൾ അവൻ്റെ ദേഹം ആസകലം പുണർന്നു. ശക്തമായ ഒരു വെളിച്ചത്തിനുള്ളിൽ അവൻ അകപ്പെട്ടതുപോലെ അമാനുഷികമായ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് അവന് ബോധ്യമായി. അവൻ കണ്ണുകൾ അടച്ചു. അജയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. ഹൃദയം പിളരുമെന്ന് അവന് തോന്നി. അവിടെ മാകെ പ്രകാശം പരന്നു. മിന്നൽ വേഗത്തിൽ ആ പ്രകാശരശ്മികൾ അവനെയും കൊണ്ട് ആ നക്ഷത്രവാതിലിനകത്തേക്ക് കടന്നു. നിമിഷങ്ങൾ കൊണ്ട് നക്ഷത്രവാതിൽ കൊട്ടിയടഞ്ഞു. എല്ലാം അപ്രത്യക്ഷമായി. സന്ദീപ് ശേഖർ എഴുതിയ സ്വപ്നവ്യൂഹം എന്ന പുസ്തകത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഒരു ഫാൻറ്റസി റിവഞ്ച് ത്രില്ലർ മേഖലയിൽ പെടുത്താൻ കഴിയുന്ന ഒരു പുസ്തകമാണിത്. വളരെ ചെറിയൊരു പുസ്തകമാണ്. ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണിത്. പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രം അജയ് ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. ഫിലോസഫിയിലും അതുപോലെ മിത്തോളജി, സൈക്കോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായി റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അജയ്. താൻ ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥി. ഒരു ദിവസം അജയ് കാണുന്ന ഒരു സ്വപ്നം അവൻ്റെ ജീവിതത്തെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുവരേക്കും പതിഞ്ഞ താളത്തിൽ പോകുന്ന കഥ അജയുടെ സ്വപ്നം എത്തുന്നതോടെ കൂടുതൽ ഉദ്വേഗജനകമായ മേഖലയിലേക്ക് തിരിയുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ആ സ്വപ്നം ആവർത്തിക്കപ്പെടുന്നതോടെ ആ സ്വപ്നത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ അവൻ്റെ പ്രൊഫസറായിട്ടുള്ള ആൽബർട്ട് അവനെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ വീണ്ടും സ്വപ്നം കാണുകയും ആ സ്വപ്ന ലോകത്തേക്ക് ഒരു അമാനുഷികമായ മാർഗത്തിലൂടെ എത്തിച്ചേരുകയും ചെയ്യുന്ന അജയ് താൻ ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നു. ആ ലോകത്തിൽ അവൻ കാണുന്ന കാഴ്ചകൾ, അവൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ, അവൻ്റേതായ തിരിച്ചറിവുകൾ, ഇതൊക്കെയാണ് പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വായിച്ചു തീരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പുസ്തക വായനയിൽ ഒരു തുടക്കക്കാരനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. കാരണം ഒരു ചായ കുടിച്ച് തീരുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് കഴിയും. അനാവശ്യമായിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടാണ് പുസ്തകം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിശദീകരണം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നി. എന്നാൽ ഇത്തരത്തിൽ ചുരുക്കി എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ തുടക്കക്കാർക്ക് പോലും എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാനും, ഒരുപാട് കഥാപാത്രങ്ങളില്ല, വിരലെണ്ണാവുന്ന കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കാത്തൊരു വായനക്കാരനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വപ്നവ്യൂഹം വായിക്കുക. അജയുടെ സ്വപ്നത്തിലൂടെയുള്ള യാത്രയിൽ നമുക്കും പങ്കാളികളാകാം. താങ്ക് യു.